ഹായ് മൈ ബ്യൂട്ടിഫുൾ, വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഉടൻ കേൾക്കേണ്ട ചില കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ ഒരു ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2. സെലക്ട് 1 ഗ്രൂപ്പ്. So let's see for group number 1 എന്താണ് നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ചേഞ്ച്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളടുത്ത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ചേഞ്ച് സംഭവിക്കാൻ പോകുന്നുണ്ട്. മേജർ ഷേക്ക്. ഓക്കെ, സോ മൊത്തത്തിലൊരു കുലുക്കം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഡീപ്പായിട്ട് സേഫ് ആണ്. ഓക്കെ, സോ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിന്റെ ഒരു മെയിൻ ഇന്റൻഷനിലേക്കായിരിക്കാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സഡൻ റിയലൈസേഷൻ ആണ്. ചില കാര്യത്തിന്റെ ഒരു സത്യാവസ്ഥ കണക്ട് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ചുറ്റുപാട് നിങ്ങളെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന ചേഞ്ചസ്, അത് നിങ്ങളെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, എസ്പെഷ്യലി വളരെ ഒരു ഡീപ്പ് അവേക്കനിങ് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ എന്തെങ്കിലും ഒരു മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്ന സിറ്റുവേഷനും അങ്ങനെയായിരിക്കാം. ഓക്കെ, നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ആൻഡ് ചില ആളുകൾക്കുള്ളൊരു മെസ്സേജ്, നിങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറയുന്നത്, നിങ്ങൾ കുറച്ചു കാലങ്ങളായിട്ട് ചില സിറ്റുവേഷൻ ഒരു ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ചില സാഹചര്യത്തിന്റെ ഒരു എൻഡ് സിറ്റുവേഷനിലേക്ക് വരികയാണ്. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ടിപ്പ് നമ്പർ 1, പോസ്റ്റ്പോൺമെന്റ്. ഓക്കെ, സോ ഇത് നിങ്ങൾ പലപ്പോഴും മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ആക്ഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പല കാര്യങ്ങളും. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ മാറ്റി വെക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാത്തത്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ അറിയാം ചില ആക്ഷൻസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ മാറ്റത്തിന് വേണ്ടി, എസ്പെഷ്യലി അഗെയിൻ ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ അതിലേക്ക് കൂടുതൽ അറ്റൻഷൻ വെക്കുന്നത് നല്ലതാണ്. കാരണം അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. കുറെ കാലമായിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങള് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു ലേസിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ളൊരു അവസരവും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ വലിയൊരു ആക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ എടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? സോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, സോ പലതും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു തോന്നലുകളിൽ, നിങ്ങളുടെ ഒരു ചിന്തകളിലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു സമയത്ത് ഒരു കാര്യം തോന്നും, പിന്നെ അത് നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് തോന്നും. പിന്നെ ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ യൂസ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കണം. ആ ഒരു പ്ലേസിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങളൊന്ന് ഷെയ്ക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് അവിടുന്ന് എണീപ്പിക്കുന്ന ഒരു ചില ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്, ഗ്രേറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വരാൻ പോകുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ വളരെ നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില അനക്കങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഒറ്റയ്ക്ക് നടന്ന് നീങ്ങേണ്ടതായിട്ടുള്ള ചില പാത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ അതായിരിക്കാം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അത് ചില ആളുകളുടെ ലൈഫിൽ നിന്നായിരിക്കാം, ചില സിറ്റുവേഷൻ നിന്നായിരിക്കാം. നിങ്ങൾക്കറിയാം മാറ്റം ഓൾറെഡി മാറിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ അവിടെ യൂസ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു മാറ്റം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് ഫൈനലി നിങ്ങൾ അത് മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. കാരണം ചില ആളുകൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് ചില പ്ലേസിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി. ഓൾറൈറ്റ്, സോ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് അറിയാം, പക്ഷെ അതിൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ഒരു സമയത്ത് ഒന്ന് തോന്നും, പിന്നീട് നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാൻ സാധിക്കുന്നതും ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ടാണ്. നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്.
ഓൾറൈറ്റ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഡീപ്പർ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ധൈര്യത്തോട് കൂടിയിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രേറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു വ്യക്തിയുമായിട്ട് കുറെ കാലമായിട്ട് സംസാരിക്കാൻ ണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് അതിലേക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും വേറൊരു വ്യക്തിക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് നിങ്ങളായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മുഖാമുഖം വന്ന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് നല്ല എക്സ്പീരിയൻസും നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസും നിങ്ങൾക്ക് ചില ആളുകൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ ചില ആളുകൾക്ക് കുറച്ച് വിഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. എക്സാക്ട്ലി. ഓക്കെ, നിങ്ങളുടെ ചില ലൈഫ് സിറ്റുവേഷൻ എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പോസിബിലിറ്റീസ് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, പാർട്ട്ണർഷിപ്പില്, റിലേഷൻഷിപ്പില് നിങ്ങൾ കൂടെ ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ വേറൊരു പേഴ്സണും അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടെയാണോ പോകുന്നത് അത് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നല്ല പോസിബിലിറ്റീസ് നിങ്ങൾ നോക്കുന്നുണ്ട്. Alright, let's take one more message for group number 1. Okay, you got 3 messages. Letting go, ഹീലിംഗ്. കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു കൺക്ലൂഷനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, പുതിയ വിഷൻ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില എക്സാക്ട്ലി നിങ്ങൾക്ക് ഓൾറെഡി മാറ്റം വന്നിട്ടുണ്ട്. ചില കാര്യത്തില് മാറ്റം വരിക ഇൻ ദ സെൻസ് ഇത്ര കാലമായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾ എവിടുന്നാണ് ഒരു പ്രതീക്ഷ വെച്ചിട്ടുള്ളത് അത് മേ ബി ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, ചില ആളുകൾ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കണം, സിറ്റുവേഷൻസ് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു സാഹചര്യം ഇത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. കാരണം ചില ആളുകൾക്ക് മാറ്റം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് ലെറ്റ് ഗോ ചെയ്യുക, ഹീൽ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക ആൻഡ് പുതിയ വിഷൻസ് നിങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ പോസ്റ്റ്പോൺ വേറൊരു സിറ്റുവേഷന് വേണ്ടി വേറെ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ സംസാരിക്കാം, പിന്നെ ക്ലാരിഫൈ ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മുഖാമുഖം വന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു നല്ലൊരു ഡയറക്ഷനിലേക്ക് കണക്ട് ചെയ്യാനും റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ വളരെ നന്നായിട്ട് ഹീൽ ചെയ്യാനും നിങ്ങളുടെ ഓപ്പൺ കോൺവെർസേഷൻ മുഖാമുഖം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് ചില ആളുകൾ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോവാന്നുള്ളതാണ്. കാരണം ആ ഒരു ഫ്ലോ മുന്നോട്ട് നിങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, ആ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കൺട്രോൾ അല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പ്രഷർ കൊടുക്കാതിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. ഓൾറൈറ്റ്, ഹീൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയൊരു മുറിവ് നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്കത് ഒരു പുതിയൊരു ഡയറക്ഷനിലേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലൈഫ് ഹോപ്പ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു വിഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ലൈഫിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ സിറ്റുവേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾ ഈ ഒരു സമയം കേൾക്കേണ്ടത്? അത് നിങ്ങളുടെ ലൈഫിലൂടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കാം. സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവർ പൊസസീവ് കാരണമായിരിക്കാം, ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ട്രഷർ ഉണ്ട്, നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു പ്രഷർ, സ്ട്രെസ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്ത് റീസൺ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്ത് റീസൺ കൊണ്ടാണോ നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടാവുന്നത് അതൊന്ന് മാനേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ തോട്ട്സ് എല്ലാം നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്.
എന്താണ് നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്? വാട്ട് യു നീഡ് ടു ഹിയർ? ലെറ്റ്സ് സീ. എക്സിസ്റ്റൻസ്. ഓൾറൈറ്റ്. സോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ സ്ട്രെസ് എടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നത്, ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില ഫീലിങ്സ് നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു സമയം എന്താണോ ഇല്ലാതാവും എന്ന് വിചാരിക്കുന്നത്, എന്താണോ നഷ്ടമാവും എന്ന് വിചാരിക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഉള്ളൊരു കാര്യമാണ്. സ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഉള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ബോധർ ചെയ്യുന്നുണ്ടായിരിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചില ആളുകൾക്ക് അത് അനാവശ്യമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഓക്കെ. അനാവശ്യമായിട്ടുണ്ടാക്കുന്ന തോന്നലുകൾ, സ്ട്രെസ് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. നിങ്ങൾ ഇല്ല എന്ന് തോന്നുക, ഒരു പേഴ്സൺ എന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ എനിക്ക് ജോബിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, എനിക്ക് ഇതിന്ന് മുന്നോട്ട് വരാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഉണ്ട്. അത് നിങ്ങൾ കണക്ട് ചെയ്യാന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഇമോഷൻ സിറ്റുവേഷൻ ഒക്കെ മാറ്റി വെച്ച് അതിലേക്കുള്ള പോസിബിലിറ്റി നോക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങളുടെ ചില പ്രോബ്ലംസ് ആണ്, നിങ്ങളുടെ ചില പ്രോബ്ലംസ്, നിങ്ങളുടെ ചില റിയാലിറ്റി അത് അവിടെ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടുന്ന് നിങ്ങൾക്ക് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക, അതിന്ന് നിങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ ആണോ എടുക്കാൻ പറ്റുക, അത് സ്മാർട്ടായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുക. ഓൾറൈറ്റ്. ഒരുപാട് സ്ട്രെസ് സെൽഫായിട്ട് കൊടുക്കാതിരിക്കാം. ഓൾറൈറ്റ്. സോ നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് അവിടെ ഉണ്ട്, അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആരുടെയോ മനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ ഈ ഒരു ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനെയായിരിക്കും ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. അനാവശ്യമായിട്ടുള്ള ഒരു ഓവർ തിങ്കിങ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കണം. കുറച്ച് സമാധാനം കൊടുക്കുക. നിങ്ങൾ മനസ്സിനൊക്കെ ശരീരത്തിനൊക്കെ നിങ്ങൾ കുറച്ച് സമാധാനം കൊടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ്. അത് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. ഓക്കെ. സോ നിങ്ങൾക്ക് വേണ്ട ഒരു ജസ്റ്റിസ്, ഒരു മോറൽ സൈഡ്, നിങ്ങളുടെ ഒരു മോറൽ സൈഡ്, നിങ്ങൾക്ക് വേണ്ട ഒരു ജസ്റ്റിസ്, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഇത്ര കാലം തോന്നിയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സമയത്തായിരിക്കാം, പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല, അല്ലെ? പല സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ മേ ബി കിട്ടുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു മോറൽ സൈഡ്, നിങ്ങളുടെ ആ ഒരു ജസ്റ്റിസ് നടപ്പാക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു ജസ്റ്റിസ്, നിങ്ങൾക്ക് വേണ്ട ഒരു കൺസിഡറേഷൻ ഡെഫിനറ്റ്ലി മുന്നോട്ട് വരുന്ന സമയത്ത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ സമയം കേൾക്കേണ്ട ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ഓൾറൈറ്റ്. സോ ചില സിറ്റുവേഷൻ്റെ ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവാണ്. സോ നിങ്ങൾ അതിലേക്ക് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ അലൈൻഡ് ആയിട്ട് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ഒരു സമയത്ത് മിസ്സാവുന്നത്, കണക്ട് ചെയ്യാൻ പറ്റാത്തത്, കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത്, അതിനൊക്കെ ഉള്ളൊരു ടൈം നിങ്ങൾക്ക് ഉണ്ടാവും വെരി സൂൺ. ഓക്കെ. വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കൊരു പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അവരുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കൺസിഡറേഷൻ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലൊരു പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഹാർമണി ഉണ്ടാവുന്നുണ്ട്, ഒരു ഐക്യം ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐക്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ചില ആളുകൾക്ക് നിങ്ങളോട് സ്നേഹമില്ല, അവർക്ക് നിങ്ങളടുത്ത് അത്ര ഒരു ഇഷ്ടം തോന്നുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം ഉള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഉണ്ടാവും. ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണോ ബോധർ ചെയ്യുന്നത് അതിലെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. കാരണം നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഞെങ്ങി നെരുങ്ങുന്നുണ്ട്. ഓക്കെ. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇത്ര ഒരു പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. ഇതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല.
ഓൾറൈറ്റ്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ സിറ്റുവേഷൻ ആയിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ ചിലത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കില്ല. കാരണം ഈ ഒരു ജസ്റ്റിസ്, നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാരിഫിക്കേഷൻ, നിങ്ങളെ ക്ലാരിഫൈ ചെയ്യുന്ന സിറ്റുവേഷൻ, അത് ഇൻസ്റ്റന്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ആളുകളുള്ള ഒരു ടൈം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ട്രൂത്ത് എന്താണ്, നിങ്ങളുടെ ട്രൂത്ത് എന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് കേൾക്കാൻ ആളുകൾ ഉണ്ടാവുന്ന ഒരു ടൈം ഉണ്ടായിരിക്കാം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് സീ ലൈക്ക് ദിസ്, എന്റെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ഞെങ്ങി നെരുങ്ങുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, സോ മേ ബി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കൺട്രോളിൽ അല്ലായിരിക്കാം. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ഇമ്പോർട്ടന്റ് മെസ്സേജ്? ഗിൽറ്റ്. ഓക്കെ, സോ മേ ബി നിങ്ങൾ ഒരുപാട് സപ്രസ്ഡ് ആവുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചില ആളുകൾ അവരുടെ ലൈഫിൽ എടുത്തിട്ടുള്ള ആക്ഷൻസ് കാരണം നിങ്ങൾക്ക് ഗിൽറ്റ് ഉണ്ടാവുകയാണ്. നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യാണ്. അത് മേ ബി നിങ്ങളുടെ ഒരു പാസ്റ്റ് മിസ്റ്റേക്ക് ആയിരിക്കാം, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള ചില കാര്യമായിരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു, ചെയ്തത് ചെയ്തു, പറ്റിയത് പറ്റി. അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് മേ ബി ഈ ഒരു സമയത്ത് ഒരാളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ ഇങ്ങനെ എന്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞു പോയിട്ടുള്ള കാര്യമായിരിക്കാം, കേട്ടു പോയിട്ടുള്ള കാര്യം കൊണ്ടായിരിക്കാം, വാക്കുകൾ കൊണ്ടായിരിക്കാം, വളരെ ഗിൽറ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ മനസ്സിലാക്കുക, സമാധാനമായിട്ട് മനസ്സിലാക്കുക ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ പാർട്ട്നേഴ്സിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഗിൽറ്റ് തോന്നുന്ന അവരുടെ ആക്ഷൻ കൊണ്ടോ നിങ്ങളുടെ ആക്ഷൻ കൊണ്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻസ് നിങ്ങൾക്കറിയാം. സോ അത് തന്നെ നിങ്ങൾക്കൊരു ഹീൽ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ആ ഒരു ഹാർമണിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അതിനുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതോടുകൂടി ഞാൻ ഇനി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവില്ല, എനിക്കൊരു ചാൻസ് ഉണ്ടാവില്ല, ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ ഉണ്ടാവില്ല, എന്റെ മനസ്സിൽ ആ വ്യക്തി ഉണ്ടാവില്ല. അത് എന്തുമായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു മൊമെന്റില്. ഗ്രൂപ്പ് നമ്പർ 2, ഐസൊലേഷൻ. സോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. ബട്ട് ഐ എം വെരി ഹാപ്പി ഫോർ യു ഗ്രൂപ്പ് നമ്പർ 2, ബിക്കോസ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാർമണി മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഗ്രേറ്റ് കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് കുറച്ചുകൂടി ഡീപ്പായിട്ട് കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അനാവശ്യമായിട്ടുള്ള ടെൻഷനൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക. എക്സോഷൻ ആൻഡ് കംപ്ലീഷൻ. ഓക്കെ, സോ ഇത് നിങ്ങൾ ഇപ്പം ഈ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾ മെന്റലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഒരുപാട് ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ആക്ച്വലി കഴിയാറാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സമയം എന്ത് സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, എന്ത് ഗിൽറ്റാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അതിന് കുറച്ചുകൂടി ഒരു കംപ്ലീഷൻ ഇല്ലാണ്ടാക്കുന്ന, അത് കുറച്ചുകൂടി ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും പാർട്ടിസിപ്പേഷൻ. സോ നിങ്ങൾക്ക് ആ ഒരു ഹാർമണിയിലേക്ക്, നിങ്ങളുടെ ഒരു പാർട്ട്ണറിലേക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ, അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും, അല്ലെങ്കിൽ അവരായിട്ടുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു റൊമാൻറ്റിക് ലൈഫിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ ചില പ്ലേസിലെത്തുക, ചില ആളുകളായിട്ട് കണക്ട് ചെയ്യുക, ചില റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും കണക്ട് ചെയ്യുക, വളരെ സന്തോഷമായിട്ട് കണക്ട് ചെയ്യുക. വാട്ട് യു നീഡ് ടു ഹിയർ മോർ, വാട്ട് യു വാണ്ട് മോർ, സക്സസ്. ഓക്കെ, ഇത്രയുള്ള നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്ന എല്ലാ ടെൻഷൻസിനുള്ള ഒരു ആൻസർ ഇതാണ്. ഓക്കെ,
സോ നിങ്ങൾ ചിന്തിക്കുന്ന ആയിരിക്കില്ല, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, സോ റിലേഷൻഷിപ്പ് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി ഉണ്ടാവും. നിങ്ങൾ തിരിച്ചു വരും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അത് കോംപ്രമൈസ് ചെയ്യാനും നല്ല രീതിയിൽ കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ, ഫാമിലി ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, നിങ്ങളുടെ ഒരു നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, സോ ദാറ്റ് ഇസ് ടിപ്പ് നമ്പർ 2. നിങ്ങൾക്ക് മെസ്സേജ് റീഡിംഗ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.